യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ലോകം മുഴുവനും ഏറ്റവും അത്യാവശ്യമായ അത്യന്താപേക്ഷിതമായ ഒരു വളരെ വിശേഷപ്പെട്ട സന്ദേശത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുക. തെസ്സലോനിക്കക്കാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. റിജോയ്സ് ഓൾവേസ്, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇത് കേൾക്കാൻ വളരെ ഇമ്പമുള്ള ഒരു സന്ദേശമാണ്. ലോകം മുഴുവനും ഏറ്റവും അത്യാവശ്യമായ ഒരു വചനമാണിത്, വചന സന്ദേശമാണിത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഇത് എഴുതപ്പെട്ട വചനമായതുകൊണ്ട് ആ വചനത്തിൽ ദൈവിക ജീവൻ ഒളിച്ചിരിപ്പുണ്ട്. ഈ വചനം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ, കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു ദൈവിക സന്തോഷം നമ്മിലേക്ക് കടന്നു വരും എന്നുള്ളത് നമ്മളിൽ അനേകം പേരുടെ ഒരു അനുഭവമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ അനവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മളുമായി ബന്ധപ്പെടുന്നവരെ കുറ്റം വിധിക്കാനും താഴ്ത്തിക്കെട്ടാനും ഉള്ള പ്രവണത നമുക്കുണ്ടാകും. കുറ്റം വിധി, ദേഷ്യം, പിണക്കം, വാശി, കരുണയില്ലായ്മ, മുൻകോപം, ദുഃഖം, ഇതെല്ലാം നമ്മളിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളാണ്. അതിനാൽ തന്നെ നമ്മുടെ കർത്താവ് നമ്മളോട് പറയും, നെഗറ്റീവ് ചിന്തകളെ, ആകുലത, ഉത്കണ്ഠ, നിരാശ, കുറ്റബോധം, ഭയം, ഇവയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിന് വിരുദ്ധമായി എപ്പോഴും നമ്മൾ ദൈവിക സന്തോഷം കൊണ്ട് നിറയണം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-5 വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നെങ്കിലും പരിശുദ്ധാത്മാവാണ് നമ്മളോട് ഈ പ്രബോധനം ആവർത്തിച്ച് നൽകുന്നത്. അനേകായിരം, അനേക ലക്ഷം, കോടാനുകോടി മക്കൾ ദുഃഖത്തിനും നിരാശയ്ക്കും വാശി പിണക്കങ്ങൾക്കും കുറ്റം വിധി, വെറുപ്പ്, ദേഷ്യം, കൊലപാതക ചിന്ത, ആത്മഹത്യാ ചിന്ത, ഉറക്കമില്ലായ്മ, ഇവയ്ക്കെല്ലാം അടിമപ്പെടുന്ന ലോകത്തിൽ സൃഷ്ടാവും പരിപാലകനും നാഥനും നായകനുമായ ദൈവം പറയുന്നു, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുക. യേശുവിൻ്റെ ജീവിതം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ ഈ ലോക ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ, ദാരിദ്ര്യം, ഇല്ലായ്മകൾ, പ്രതിസന്ധികൾ, അവസാനം ദാരുണമായ കുരിശുമരണം, ഇത് കഴിഞ്ഞ് മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ഓരോ സഹനത്തിനും ശേഷം വിജയം വാഗ്ദാനം ചെയ്യുന്ന ദൈവം. സഹനത്തിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് വാഗ്ദാനം ചെയ്ത ദൈവം. സഹിക്കുന്ന വ്യക്തികളുടെ മേൽ, ക്ഷമിക്കുന്ന വ്യക്തികളുടെ മേൽ, ദൈവത്തെ പ്രതി ക്ഷമിക്കുന്ന വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ശാശ്വതമായ സമാധാനം നൽകും. പകലിന് ശേഷം രാത്രി,
രാത്രിക്ക് ശേഷം പകൽ എന്ന കണക്കിന് മനുഷ്യജീവിതത്തിൽ സഹനങ്ങളും കുരിശുകളും എല്ലാം ഉണ്ടെങ്കിലും ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൻ്റെ അതിനാഥൻ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. 1 പത്രോസ് 3:15. എല്ലാ കാര്യത്തിലും യേശുവിനോട്, കർത്താവ് നാഥനുമായ യേശുവിനോട് ആലോചന ചോദിച്ച് യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് മുന്നേറുന്ന ഒരു വ്യക്തിയിൽ എല്ലാ തിന്മകളും ദൈവം നന്മയാക്കി മാറ്റിത്തരും. ഇതിന് ഏറ്റവും ശക്തമായ തെളിവ് യേശുവിൻ്റെ തന്നെ ജീവിതമാണ്. 33 കൊല്ലത്തെ സഹന പിതാവായ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും ദൈവം അനുവദിച്ച, പിതാവിനുവദിച്ച സഹന ബലിയായിത്തീരാൻ, മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരം ബലിയായിത്തീരാൻ പിതാവ് അനുവദിച്ച സഹനങ്ങളും എല്ലാം സ്വീകരിച്ച് മുന്നേറി ദാരുണമായ കുരിശുമരണത്തിന് ശേഷം 2000 കൊല്ലം ഉദ്ധാനം ചെയ്ത യേശു നിത്യമഹത്വത്തിൽ വാഴുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് സന്തോഷമാണ്, നമുക്കുള്ള മാതൃകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് നൽകും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ഓരോ സഹന കാലഘട്ടത്തിന് ശേഷം, സഹന അവസ്ഥയ്ക്ക് ശേഷം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും തരാൻ ദൈവം നോക്കിയിരിക്കുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ. ഈ വചനം മറന്നു കളയാതെ ഇടയ്ക്ക് ആവർത്തിക്കുവാൻ തക്കവണ്ണം ഓർമ്മയിൽ മാത്രമല്ല നമ്മുടെ മേശപ്പുറത്തോ ഒക്കെ എഴുതി വെച്ച്, ഒരു കടലാസിൽ എഴുതി വെച്ച് ആ വചനം ആവർത്തിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പിയർ 4:6 നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ. ക്ഷമിച്ച് 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 ശത്രുവിൻ്റെ മേൽ വിജയം നേടണം. ക്ഷമ ചോദിച്ചും ക്ഷമ കൊടുത്തും എളിമപ്പെട്ടും സഹനങ്ങൾ ഏറ്റെടുത്തും പരിശുദ്ധാത്മാവ് കൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ നിറയണം. ഇത് ദൈവത്തിൻ്റെ അഭീഷ്ടമാണ്. അനേകർക്ക് ഈ കാലയളവിൽ ജീവിക്കുന്ന യേശുവിൻ്റെ സാക്ഷ്യമായി തീരുവാനും അനേകരെ പ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും നയിക്കാനുമുള്ള ദൈവവിളിയാണ് നല്ലവനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കതിൽ സന്തോഷിക്കാം. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന്, യേശുവിനെക്കുറിച്ച് അറിയാൻ, യേശുവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ, പരിശുദ്ധാത്മാവിൻ്റെ പല ദാനങ്ങൾ കൊണ്ട് നിറയാൻ, പ്രേക്ഷിത സാക്ഷ്യ ജീവിതം നയിക്കാൻ, അനേകരെ നിത്യരക്ഷയിലേക്ക്, യേശുവിലേക്ക്, പരിശുദ്ധാത്മാവിലേക്ക് ആനയിക്കാനുള്ള വിളി. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കണം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏത് പ്രതിസന്ധിയിലും, ഏത് ദുഃഖത്തിലും, ഏത് നിരാശയിലും പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ച്, യേശുവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ, ദൈവസ്നേഹം കൊണ്ട് നിറയാൻ, ദൈവിക ആനന്ദം കൊണ്ട് നിറയുവാൻ നല്ലവനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.